ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നുള്ളത് എൻ്റെ മാമൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇവിടെ അമ്മായി ഫോണിൽ വീഡിയോ കോൾ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാമൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു പാടമൊക്കെയാണ്. ഇത് പറമ്പാണ്. ഈ പറമ്പിൻ്റെ തൊട്ട് കാണുന്നത് പാടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ, ഞാനും അമ്മയും മക്കളും കൂടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് പാടത്തിൻ്റെ ആ സൈഡ്, ഇവിടെയൊക്കെ നിറച്ച് മരങ്ങളും കിണറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആകെ കിണറൊക്കെ ഒരു വേസ്റ്റിട്ട് അത് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ ഇവിടെയുള്ള മരങ്ങളൊക്കെ മുറിച്ചു. അപ്പോൾ അതേ പാടാണ് കേട്ടോ ഈ കാണുന്നത്. പാടത്തിൻ്റെ ഈ സൈഡിലായിട്ട് ചെറിയൊരു കനാല് പോലെ അങ്ങനെ പോകുന്നുണ്ടായില്ല. പൊടി പൊടി പോലെ മീനുകളുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാനുണ്ടോ? കണ്ട അപ്പോൾ നോക്കിയേ, എന്തോ കുഞ്ഞു കുഞ്ഞു പൊടി മീനുകൾ. അപ്പം ഞാൻ അപ്പുറത്തേക്ക് കടന്നു. അവിടെ ഒരു വീട് മാത്രമേ ഉള്ളൂ കേട്ടോ ആ പാടത്തായിട്ട്. അപ്പോൾ അതേ പാടത്ത് നെല്ലിങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ നെല്ലിങ്ങനെ പൊടിച്ചതായിട്ട് വന്നിട്ടുണ്ട്. ദേ നോക്കിട്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. കതിരായിട്ട് ഇങ്ങനെ റെഡിയായി സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതിൻ്റെ ഒരു കൊക്കൊക്കെ പറന്ന് പോകുന്നുണ്ട് ആ ഗ്യാപ്പിൽ കൂടെ. അപ്പോൾ അതിൻ്റെ ദൂരെ ട്രാൻസ്ഫോമർ മലയൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ. അറ്റത്ത് മലയും ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്കിതെന്തായാലും ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ മക്കൾക്ക് കാണുമ്പോഴും ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്കൊന്നും ഇതൊന്നും ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവില്ല, ചെറിയ കുട്ടികൾക്കൊന്നും. അപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ ഇതൊക്കെ കാണിച്ചു കൊടുത്തു. നല്ല രസമല്ലേ ഇതൊക്കെ കാണാനായിട്ട്. ഇപ്പോഴൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ഞാൻ അതൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ അവിടെ നിന്നു. അപ്പോൾ നമ്മുടെ അപ്പുറത്തുള്ളൊരു ചേച്ചി വന്നിട്ട് അമ്മോട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ അകത്തേക്ക് പോയപ്പോൾ ഉണ്ട് അമ്മായി റെഡിയൊക്കെ ആയി നിൽക്കുന്നുണ്ട്. അമ്മായി നല്ല മേക്കപ്പിലാണ്, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്. മേക്കപ്പ് കൂടുതലാണോ ചേച്ചിയും ചോദിച്ച് നിൽക്കുകയായിരുന്നു. അപ്പം അമ്മായി ഒരുങ്ങി കെട്ടിയാൽ പിടിക്കാൻ പോകണമെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കണേ. അമ്മായിക്ക് ഇന്ന് തിരുവാതിരക്കളി ഉണ്ട് കേട്ടോ, അതിന് റെഡിയായി നിൽക്കുകയാണ്. തിരുവാതിരക്കളി നമ്മുടെ മാമൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലത്തിലാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ അമ്പലത്തിലാണ് കേട്ടോ. കുറേ ടീമുകളുണ്ട് കേട്ടോ അവിടെ തിരുവാതിര കളിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ടീമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ടീമിൻ്റെ പാട്ടുണ്ടായിരുന്നു, ഭക്തിഗാനമായിരുന്നു കേട്ടോ അവർ പാടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ചെറിയ ചെറിയ കുട്ടികളുടെയൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് അതൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. അമ്മായിയുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് പോയത്. പക്ഷേ മക്കളൊക്കെ ഉറങ്ങി. മൂത്താൾ ഉറങ്ങിയില്ല, രണ്ടാമത്തെ ആളൊക്കെ ഉറങ്ങി. അപ്പോൾ പിന്നെ സമയം 9 മണി ആവാറായി. ഞങ്ങൾക്ക് തിരിച്ച് ഇനി എൻ്റെ വീട്ടിലേക്കും പോകണം. അപ്പോഴേക്കാവുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴേക്കും വേറെ ടീമാണ് കേട്ടോ തിരുവാതിരയ്ക്ക് കയറിയത്. അപ്പോൾ അവരുടെ ഒരു തിരുവാതിര അങ്ങനെ ഞങ്ങൾ കണ്ടു അവിടെ ഇരുന്നിട്ട്. ഇനി ഇന്ന് ഉദ്ഘാടനമായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് ഇനി 6-ാം തീയതിയാണ് ഇവിടുത്തെ കാവടി വരുന്നത്. പൊങ്ങണങ്കാട് കാവടി വരുന്നത് 6-ാം തീയതിയാണ്. അപ്പോൾ അതുവരെ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ പരിപാടികളും ഇവിടെ സ്റ്റേജിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് കുറേ തിരുവാതിരകളിയും ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ മാമൻ്റെ അവിടേക്ക് എത്തി. ഞങ്ങൾ തിരിച്ച് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി. ടാറ്റാ.